ജീവിതത്തിൽ അവൻ ഒരുപാട് പ്രയാസങ്ങൾ നേരിടാറുണ്ട്. പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉള്ളവരാണ് നമ്മിൽ പലരും. ജീവിതത്തിൽ വരാനിരിക്കുന്ന ആപത്തുകളും ഇടങ്ങേറുകളും നീങ്ങിക്കിട്ടാനും ജീവിതത്തിൽ റഹ്മത്തും ബറക്കത്തും നിറയാനും സഹായിക്കുന്ന വളരെ മഹത്വമുള്ള ഒരു ദിക്റാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങളിൽ പലർക്കും പരിചയമുള്ളതും പലരും ചൊല്ലിവരുന്നതുമായ ഒരു ദിക്റായിരിക്കും ഇത്. ഈ ദിക്റ് ഈ പറയുന്ന രൂപത്തിൽ ചൊല്ലിയാൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തേത് ഖദർ ഖളായിലുള്ള വിശ്വാസമാണല്ലോ. ഖൈറും ശർറും അല്ലാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. നമുക്ക് നല്ലത് വരുത്തുന്നതും പ്രയാസങ്ങൾ നൽകുന്നതും എല്ലാം അല്ലാഹുവാണ്. അല്ലാഹുവിന് എല്ലാത്തിനും കഴിവുള്ളവനാണ്. വരാനിരിക്കുന്ന പ്രയാസങ്ങൾ നീക്കാനും അത് നീക്കി ഈ മനുഷ്യന് സന്തോഷം നൽകാനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സാധിക്കും. അതിന് സഹായിക്കുന്ന ഒരു ദിക്റാണ് ഹസ്ബിയല്ലാഹു വ നിഅ്മൽ വകീൽ എന്നത്. ഈ ദിക്റ് 70 തവണ മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ നമുക്ക് വരാനിരിക്കുന്ന പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നീക്കിത്തരും. അല്ലാഹുവിലേക്ക് എല്ലാ കാര്യങ്ങളും തവക്കുലാക്കുന്ന ഒരു ദിക്റാണ്, ഒരു തസ്ബീഹാണ് ഇത്. ഈ പറയുന്ന രൂപത്തിൽ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫലം ലഭിക്കുന്നതാണ്. സാധാരണ ചൊല്ലുന്നതിൽ നിന്നും വ്യത്യസ്തമായി ആദ്യമായി 7 ഫാത്തിഹ ഓതുക. 7 ഫാത്തിഹ ഓതിയതിന്റെ ശേഷം ഹസ്ബിയല്ലാഹു വ നിഅ്മൽ വകീൽ, ഹസ്ബിയല്ലാഹു വ നിഅ്മൽ വകീൽ, ഹസ്ബിയല്ലാഹു വ നിഅ്മൽ വകീൽ എന്നിങ്ങനെ 70 തവണ ചൊല്ലുക. ഹസ്ബിയല്ലാഹു വ നിഅ്മൽ വകീൽ എന്ന ദിക്റ് 70 തവണ ചൊല്ലിയതിന്റെ ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്ന് 11 തവണ മുത്തുനബിയിലേക്ക് സ്വലാത്തുകൾ ചൊല്ലുക. ഇതിന്റെ ശേഷം നമ്മൾ ദുആ ചെയ്ത് അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന എല്ലാ ആഫത്ത് മുസീബത്തുകളും തട്ടി നീക്കി സന്തോഷമുള്ള ഒരു ജീവിതം നമുക്ക് നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.